വേതാളം പറഞ്ഞ അടുത്ത കഥയുടെ പേര് മാന്യതയ്ക്ക് സമ്മാനം. വിക്രമാദിത്യൻ വേതാളത്തെ വീണ്ടും പിടിച്ചു കെട്ടി വഴി നടന്നു തുടങ്ങി. അപ്പോൾ അടുത്ത കഥ കേൾക്കാൻ തുടങ്ങി. ഒരു ബ്രാഹ്മണന് സുന്ദരിയായ മകളുണ്ടായിരുന്നു. അവളെ വിവാഹം കഴിക്കാൻ 3 യുവാക്കളെത്തി. അതിലൊരാൾ വലിയ പണ്ഡിതൻ, മറ്റൊരാൾ വലിയ സൂത്രക്കാരൻ, മൂന്നാമൻ മഹാശൂരൻ. ഇതിലാർക്ക് വേണം കന്യകയെ വിവാഹം കഴിച്ചു കൊടുക്കാനെന്നോർത്ത് മാതാപിതാക്കൾ ആശയക്കുഴപ്പത്തിലായി. ഒരു നാൾ കന്യകയെ കാണാതായി. അവളെ ഒരു രാക്ഷസൻ അപഹരിച്ചതാണെന്ന് മനസ്സിലായപ്പോൾ അവളെ വീണ്ടെടുക്കേണ്ടത് തങ്ങളുടെ ചുമതലയാണെന്ന് 3 യുവാക്കൾക്കും തോന്നി. പണ്ഡിതൻ ജ്യോതിഷപ്രകാരം ഗണിച്ച് കന്യക എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചു. സൂത്രക്കാരൻ പ്രത്യേകമായ ഒരു രഥം തയ്യാറാക്കി. ശൂരൻ ആ രഥത്തിൽ കയറി രാക്ഷസനെ തേടി ചെന്നു. തുടർന്ന് നടന്ന ഘോര യുദ്ധത്തിൽ രാക്ഷസനെ കൊന്ന് ശൂരൻ യുവതിയെ വീണ്ടെടുത്തു. സ്വഗൃഹത്തിൽ മടങ്ങിയെത്തിയ യുവതിയുടെ മുന്നിൽ വിവാഹാഭ്യർത്ഥനയുമായി 3 പേരും വീണ്ടും എത്തി. താൻ രാക്ഷസന്റെ താവളം മനസ്സിലാക്കിയിട്ടാണല്ലോ അവളെ വീണ്ടെടുക്കാനായത് എന്ന് ഒന്നാമൻ വാദിച്ചു. തൻ്റെ അതിവേഗത്തിലുള്ള രഥമാണ് ശൂരനെ അവിടെ എത്തിച്ചതെന്ന് സൂത്രക്കാരൻ പറഞ്ഞു. എന്നാൽ തൻ്റെ ശൂരത കൊണ്ടാണ് യുവതിയെ വീണ്ടെടുത്തതെന്ന് മൂന്നാമനും പറഞ്ഞു. ഇവരിൽ ആരാണ് മാന്യൻ? ആർക്കാണ് കന്യകയെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്? വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു. കന്യകയെ കണ്ടെത്തുന്നതിൽ പണ്ഡിതനും സൂത്രക്കാരനും തങ്ങളുടെ കഴിവ് പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ തൻ്റെ ശൂരതയിലൂടെ കന്യകയെ കണ്ടെത്തുന്നതിൽ പണ്ഡിതനും സൂത്രക്കാരനും തങ്ങളുടെ കഴിവ് പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ തൻ്റെ ശൂരതയിലൂടെ കന്യകയെ വീണ്ടെടുത്തിട്ടും അവളെ തിരികെ മാതാപിതാക്കളെ ഏൽപ്പിച്ച മൂന്നാമൻ്റെ മാന്യത അംഗീകരിക്കേണ്ടതാണ്. ഈ ഉത്തരം കേട്ട അടുത്ത ക്ഷണത്തിൽ വേതാളം രാജാവിൻ്റെ പിടിവിട്ടോടി പഴയ മുരിക്കുമരത്തിൽ സ്ഥാനം പിടിച്ചു. വേതാളത്തിൻ്റെ കഥയും ചോദ്യവുമായി ഉടൻ തന്നെ തിരികെ എത്താം.